അമേരിക്ക തന്നെ ഇറാന്റെ മുന്നിൽ വൈകാതെ മുട്ടുമടക്കുമെന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. ലോക പോലീസ് എന്നാണ് എൻ്റെ കയ്യിൽ ശക്തമായ ആയുധങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ വീമ്പിളക്കിയ അമേരിക്കയുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. യുദ്ധത്തിൽ ഇറങ്ങിത്തിരിച്ച അമേരിക്ക ഇപ്പോൾ യഥാർത്ഥത്തിൽ നക്ഷത്രമെണ്ണുകയാണ്. അമേരിക്ക സാമ്പത്തികമായി തകർന്നാലും ഇറാൻ യുദ്ധം തുടരുമെന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നതാണ് പ്രധാന കാര്യം. നിലവിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗൺ പറയുന്നത് ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ അത് നീക്കം ചെയ്യാൻ ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും വേണ്ടി വരുമെന്നാണ് US കോൺഗ്രസിനെ അറിയിച്ചിരിക്കുകയാണ് പെന്റഗൺ. ലോകത്തിലെ എണ്ണവാതക ചരക്ക് നീക്കത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതം ഇക്കൊല്ലം മുഴുവനും തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് എന്നാണ് പെന്റഗൺ പുറത്തിറക്കിയ ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നത്. ഹോർമോസ് വഴി കപ്പലുകൾ പോകണമെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകണമെന്നാണ് ഇറാൻ പറയുന്നത്. ഹൗസ് ആൻഡ് സർവീസ് കമ്മിറ്റിക്ക് മുമ്പാകെ നടത്തിയ ആശയവിനിമയത്തിലാണ് US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യം വ്യക്തമായി പരാമർശിക്കുന്നത്. US പ്രതിനിധി സഭയിലെ അംഗങ്ങൾ ഉൾപ്പെട്ട സമിതിയാണ് ഹൗസ് ആൻഡ് സർവീസ് കമ്മിറ്റിയിലുള്ളത്. ഹോർമോസിനെ സുരക്ഷിതമാക്കുക എന്നത് കരുതിയിരുന്നതിനേക്കാൾ സങ്കീർണമായ ഒരു സംഗതിയാണ്. ഇതിന് പ്രധാന കാരണം ഇറാൻ അവിടെ സ്ഥാപിച്ച മികച്ച സാങ്കേതിക വിദ്യ അടിസ്ഥാനമായുള്ള മൈനുകളാണെന്നും കമ്മിറ്റി അംഗങ്ങളായ നിയമ നിർമ്മാതാക്കളെ US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചുവെന്നാണ് വിവരം. ഹോർമോസിൽ ആകെമാനം 20 അതിൽ അധികമോ മൈനുകൾ ഇറാൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് എന്നാണ് ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരിൽ ഒരാൾ കമ്മിറ്റിയിലെ അംഗങ്ങളെ അറിയിച്ചത്. പരമ്പരാഗത കോണ്ടാക്ട് മൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി GPS സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള മൈനുകളാണ് ഹോർമോസിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ളത്. അതിവേഗം നീങ്ങുന്ന ചെറു ബോട്ടുകളുടെ സഹായത്തോടെ ഇവയെ സ്ഥാപിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. റിമോട്ട് ട്രിഗറുകൾ, GPS പൊസിഷനിംഗ് സംവിധാനം തുടങ്ങിയവ ഉപയോഗപ്പെടുത്തുന്ന ഇറാന്റെ മൈനുകളെ കണ്ടെത്തി നിർവീര്യമാക്കുക എന്നത് US നാവികസേനയ്ക്ക് ബുദ്ധിമുട്ടേറിയ ജോലിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഹോർമോസ് ശുദ്ധീകരണത്തിന് 6 മാസം വേണ്ടി വന്നേക്കുമെന്ന വിലയിരുത്തൽ റിപ്പബ്ലിക്കൻ പ്രതിനിധികളിലും ഡെമോക്രാറ്റിക് പ്രതിനിധികളിലും അമർഷം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഹോർമോസിലൂടെയുള്ള ഗതാഗതം തടസ്സം അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് ആഗോള ഊർജ വിപണിയിൽ വലിയ തോതിലുള്ള വിലക്കയറ്റത്തിന് വഴിവെക്കുമെന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട്. ഇറാനെ അമേരിക്ക തകർക്കുമെന്നൊക്കെ പറഞ്ഞു ആണ് അമേരിക്ക രംഗത്ത് വന്നത് എങ്കിലും വലിയ രീതിയിലുള്ള അഹങ്കാരമൊക്കെ ഇറാൻ കാണിച്ചുവെങ്കിലും തിരിച്ചിപ്പോൾ അമേരിക്ക തന്നെ മുട്ടുമടക്കുകയാണ്. കാരണം ഹോർമോസ് കടലിടുക്ക് അടച്ചിരിക്കുന്നത് അമേരിക്കയെ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളെയും ഒരുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായി, കാരണം ഹോർമോസ് കടലിടുക്ക് വഴിയാണ് 100% ഈ എണ്ണകളെല്ലാം തന്നെ വരുന്നത്. ആ എണ്ണകളൊന്നും തന്നെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തികം വലിയ രീതിയിലേക്ക് തകർന്നു പോവും. വലിയ രീതിയിൽ അവിടെ വിലക്കയറ്റം ഉണ്ടാകും. ജനങ്ങൾ വലിയ രീതിയിൽ പ്രക്ഷോഭമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ സർക്കാരിന് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിന് അത് വലിയൊരു തലവേദനയായി മാറും. ഇപ്പോൾ അമേരിക്കയാണ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നത്. ഹോർമോസ് ഒക്കെ പിടിച്ചടക്കുമെന്ന് വീരവാദം അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഹോർമോസിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ കണ്ടുപിടിക്കാൻ അമേരിക്ക പാടുപെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പെന്റഗൺ 6 മാസമെങ്കിലും അത് സമയമെടുക്കും ആ ഹോർമോസിലുള്ള മൈനുകൾ കണ്ടെത്താൻ എന്ന് പറയുന്നുണ്ടെങ്കിലും 6 മാസമൊന്നും പറ്റില്ല എന്ന് തന്നെയാണ് പെന്റഗൺ പറഞ്ഞത്. ഏകദേശം ഒരു 1-2 വർഷമെങ്കിലും വേണ്ടി വരും. അതിനകത്ത് മാത്രമേ, അത് 1-2 വർഷത്തിനുള്ളിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പെന്റഗൺ പറയുന്നത്. കാരണം സാധാരണ മൈനുകളല്ല, സ്മാർട്ട് മൈനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.